ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അമ്മ എപ്പോഴും നമ്മുടെ അടുപ്പിലാണ് ചോറൊക്കെ വെക്കാറ്. അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രമാണ് നമ്മൾ കുക്കറിൽ ചോറ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 7 മണി ആവുന്നുള്ളൂ, അപ്പോഴേക്കും ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ ചോറ് റെഡി ആയിരിക്കും ഉണ്ടാവും. ഞാനപ്പോൾ കുഞ്ഞിന് ഇന്ന് ടിഫിനിൽ മക്രോണിയാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും മൂപ്പർക്ക് തന്നെ മതി. പിന്നെ ചോറും സാമ്പാറും അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഓംലെറ്റും കൂടി ഉണ്ടായാൽ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആയി. ഇത് നമ്മളെ രണ്ടാമത്തെ ചായയാണ്. ഇവിടെ രാവിലെ എനിക്ക് വരുമ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിലിരുന്ന് കുടിക്കാനാണ് പാൽച്ചായ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ചോറും ടിഫിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്പൂൺ വെച്ചപ്പോൾ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അത് മാറ്റി വേറൊരു സ്പൂൺ കൊണ്ടുവന്ന് വെച്ച് അത് റെഡിയാക്കി. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ടിഫിൻ കൊണ്ടുപോകാനുള്ള ടവൽസും അതുപോലെ തന്നെ അവൻ്റെ യൂണിഫോമും അയൺ ചെയ്യാനുണ്ടായിരുന്നു. ഈ പണികളൊക്കെ അവിടെ അച്ഛൻ ചെയ്യുന്ന പണികളാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ നല്ല തേച്ച് നല്ല സ്റ്റിഫാക്കി എന്താ പറയുക, നല്ല വടി പോലെ ആക്കും അച്ഛൻ്റെ അയണിങ്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്യും, പക്ഷേ അത്രയ്ക്കും പെർഫെക്ഷനായിട്ട് വരാറില്ല. അങ്ങനെ പിന്നെ ഒരു ആഴ്ചയ്ക്കുള്ളത് തേച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പണിയൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരാറില്ല കേട്ടോ. ഇവിടെ പിന്നെ അമ്മയ്ക്ക് പണികളുണ്ട്. അമ്മേനെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് അല്ലാണ്ട് തന്നെ വേറെ ഇഷ്ടംപോലെ പണികളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത് ഏറ്റെടുത്തു കേട്ടോ. പിന്നെ സ്കൂളിൽ പോയി പിന്നെ അവൻ ഇവിടെ വന്ന് നിന്നിട്ടുള്ള ഒരു പരിചയം ഇല്ല. എന്നുവെച്ചാൽ സ്കൂളിൽ പോണ സമയത്ത് എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ്. ഇത്രയും ഇപ്പോൾ LKG ഫുൾ അവിടെ തന്നെയായിരുന്നു. UKGയും ഇപ്പോൾ ഇത്രയും നാളായിട്ടും ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോണ ടൈമിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ നമ്മൾ വെക്കേഷനൊക്കെ വന്ന് നിൽക്കാറുള്ളൂ. പിന്നെ നമ്മൾ വരും, വന്ന് പോവും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞു. നമ്മൾ വന്ന് നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ സാധാരണ വീട്ടിലെ ഡ്രസ്സും അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കുക. അതാണ്. സ്കൂളിലാകുമ്പോൾ സ്കൂൾ ബാഗ്, സ്കൂൾ യൂണിഫോം, സ്കൂൾ ബുക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z എല്ലാതും എടുത്ത് വയ്ക്കണം. ഇപ്പോൾ തൊട്ടപ്പുറത്ത് വീടാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതൊരു വേറൊരു പണിയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളം ഈ ചോറ് വെച്ച അടുപ്പിൽ തന്നെ കലത്തിൽ കുറച്ച് ഒരു കലം വെള്ളം വയ്ക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് അതിൽ നിന്നെടുത്ത് കുളിക്കാം. അങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്ത് വരുന്നത്. അപ്പോൾ കുഞ്ഞിനുള്ള വെള്ളം എടുത്തു, ബാക്കി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്ത് കുളിക്കാൻ പോണ ഞാനാണ്. ഇന്ന് കുഞ്ഞ് ലേറ്റായിട്ടാണ് എണീറ്റേട്ടാ. അപ്പോൾ അമ്പാടി ഇന്ന് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ. 8:10 സ്കൂൾ ബസ് എത്തും. അപ്പോൾ അപ്പോഴേക്കും റെഡി ആവാൻ പറ്റില്ല. അപ്പോൾ അമ്പാടി എന്തായാലും കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞപ്പോൾ അമ്പാടി തന്നെ ബ്രഷ് ചെയ്തു, പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്തത് നമ്മുടെ കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ ഈ അങ്ങനത്തെ മക്രോണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ ആൾ തന്നെ ഇരുന്ന് കഴിച്ചോളും, ചപ്പാത്തി അങ്ങനെ കഴിച്ചോളും. പക്ഷേ വേറെ എന്തെങ്കിലും വെള്ളയപ്പം, ദോശ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം കേട്ടോ. നമ്മൾ എത്ര നേരത്തെ കഴിഞ്ഞിട്ട് പണി ചെയ്താലും രാവിലെ ഒട്ടും സമയമില്ലാത്ത പോലെയാണ്. ഓരോ മിനിറ്റ് നമുക്ക് അത്ര വാല്യൂ ഉള്ളതാണെന്ന് ഇടയ്ക്കല്ല മിക്കപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ ഇവന്മാരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം പോണതേ അറിയില്ല. ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. അമ്പിമോനും കൂടിയിട്ട് ആദ്യമായിട്ടാണ് സ്കൂട്ടറിൽ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ എപ്പോഴും സ്കൂട്ടറിലൊക്കെ പോണതാണ്. പക്ഷേ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് ആൾ സ്കൂട്ടറിൽ പോണത്. പിന്നെ എൻ്റെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ പാലെടുത്ത് വയ്ക്കുക. പിന്നെ അമ്മ പോകണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അന്നേരം നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പാലെടുത്ത് ഞാൻ വീട്ടിൽ കയറി. അപ്പോൾ ഈ മാറ്റുകളൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി എടുത്ത് വയ്ക്കണത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്, ഒന്നല്ല 2 ഉണ്ട്. അപ്പോൾ അവരഴിച്ചിടുമ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് മണ്ണും ചെളിയൊക്കെ സിറ്റ് ഔട്ടിലാവും, ഇപ്പോൾ മാറ്റിലും ആവും. അതുകൊണ്ട് നമ്മളതൊക്കെ ചുറ്റി എടുത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ അച്ഛനാണ് ഏറ്റവും നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വയ്ക്കുക. അപ്പോൾ അച്ഛനിവിടെ സിറ്റ് ഔട്ടും ലിവിങ് ഏരിയ ഒക്കെ തുടയ്ക്കും. എന്നിട്ടാണ് നമ്മൾ അകത്ത് വിളക്ക് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെയാണ് ഈ മാറ്റൊക്കെ എടുത്തിടുക. അപ്പോൾ അമ്മ പോയി. അപ്പോൾ ഇതൊക്കെ ഉണങ്ങി ഒന്ന് വൃത്തിയായതിന് ശേഷമല്ലോ നമ്മൾ മാറ്റൊക്കെ ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു. ചായ കുടിച്ച പാത്രങ്ങളും പിന്നെ കുഞ്ഞിൻ്റെ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത പണി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ യൂണിഫോംസ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്താണ് വാഷ് ചെയ്യാറ് കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇടാറേ ഇല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാൻ പോയിട്ട് അപ്പോൾ വീക്കിലി ഒരു 3 അല്ലെങ്കിൽ 2 ടൈംസൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യാറ്. ഡെയിലി വാഷിങ്ങൊന്നും ഇല്ല. അപ്പോൾ ഞാൻ മേല് കഴുകിയിട്ട് പിന്നെ രാവിലെ ഞാൻ ചോറാണ് കഴിച്ചത്. അപ്പോൾ അമ്മ നല്ല സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ചോറാണ് കഴിച്ചത് കേട്ടോ. പിന്നെ എല്ലാം ടപ്പേന്നായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 3-4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ക്ലാസ്സിന് പോവാറ്. ഇങ്ങനെ കാണുമ്പോൾ തോന്നും എനിക്ക് മുടി വെട്ടണ്ടാന്ന് കേട്ടോ. പക്ഷേ എനിക്ക് മുടി വെട്ടണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം. പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ സമ്മതിന് ഓടിക്കും. കാരണം എനിക്ക് ആദ്യമേ നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ അത് വെട്ടി നശിപ്പിച്ചതാണെന്ന് തന്നെ പറയാം. ഈ ലെയർ കട്ടും സ്റ്റെപ്പും അതും ഇതൊക്കെ വെട്ടി നശിപ്പിച്ചെടുത്തു. പിന്നെ ഇപ്പം തീരെ എണ്ണയും തേക്കാറില്ല. അപ്പോൾ അതിൻ്റെ കുറവുകളും നമ്മുടെ ഹെയറിൽ ഉണ്ടാവുമല്ലോ. ഏട്ടനാണെങ്കിൽ ഈ മുടി വളർത്തുക എന്ന് പറയുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞാനും അത് മെനക്കെട്ട് നമ്മൾ മുടി അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇങ്ങനെ സ്റ്റൈലിഷായിട്ട് നടക്കാനൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഞാനും അതേപോലെ സ്റ്റൈലിഷ് ആവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്റ്റൈലാണോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനും ഇപ്പോൾ ലഞ്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച വരെയാണ് ക്ലാസ്. എന്നാലും വീട്ടിൽ വരുമ്പോഴേക്ക് 2 മണി 2:30 ആവും. അതുകൊണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരിക. അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമൊന്നും ക്ലാസ്സിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുവരുന്നില്ല. എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയം വരെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വന്ന് കഴിച്ച് നമുക്ക് ആ ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വരും. ഞാനപ്പോൾ ഒരു കാര്യം മറന്നുപോയി അതിൻ്റെ ഇടയിൽ. എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യാൻ മറന്നുപോയി. സ്പ്രേ ചെയ്യാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അത്ര ഒരു ഡിസ്കംഫർട്ടായിരിക്കും സ്പ്രേ ചെയ്യാണ്ട് പോവാന്ന് വെച്ചാൽ കേട്ടോ. അങ്ങനെ സ്പ്രേ ചെയ്ത് അടിച്ച് വാരി പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് ക്ലാസ്സിന് പോണത്. അപ്പോൾ ഈ ക്ലാസ്സിന് പോണതൊക്കെ തോന്നുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ, എനിക്ക് സ്കൂളിൽ പോയതും ഡിഗ്രിക്ക് പഠിക്കാൻ പോയതും അത് കഴിഞ്ഞ് മറ്റുള്ള കോഴ്സിന് പോയതും ഒക്കെ എനിക്ക് ഓർമ്മ വരും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈബ് നമുക്കിപ്പോൾ കിട്ടാന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം എപ്പോഴും നമുക്ക് പഠിക്കാൻ പോകാനുള്ളൊരു നമ്മളെ വീട്ടുകാർ തന്നെയാണ് കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ക്ലാസ്സിന് പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പിള്ളേരെ അംഗൻവാടിയിലാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളെ 10:10 സുമ എത്തി. സുമയിലാണ് ഞങ്ങളുടെ സ്ഥിരം യാത്ര. ഈ ചേട്ടൻ നല്ല ഒരു ഡ്രൈവറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏത് ബസ്സിന് പോയാലും, ഏത് ബസ്സിനല്ല സ്ഥിരം ബസ്സിന് പോവുകയാണെങ്കിൽ നമ്മളെ കറക്റ്റ് നമ്മളെ സ്പോട്ടിൽ തന്നെ അവരിറക്കും. പിന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഇതൊരു ഗവൺമെൻറ് കോഴ്സാണ്. ഗവൺമെൻറ് ഫ്രീ കോഴ്സാണ് കേട്ടോ. അപ്പം നമുക്ക് BPL ആണെങ്കിൽ തീരെ പൈസ വേണ്ട. APLർക്കാണെങ്കിൽ 350 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബസ് ചാർജ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ തിരിച്ചു പോയി. ഞാൻ വീട്ടിൽ വന്നിട്ട് പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി ചോറ് തട്ടി അവിടെ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടു. ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്യാറില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇടും. പിന്നെയാണ് ഞാനത് വാഷ് ചെയ്തെടുക്കാറ്. സിങ്കിലിങ്ങനെ പാത്രങ്ങൾക്ക് എടുക്കണതേ ഇഷ്ടമല്ല. പക്ഷേ ഈ പാത്രം ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം അത്രയും നേരം നമ്മുടെ ബാക്കി കഴിച്ച ഫുഡ് അതിൽ ഇരുന്നിട്ട് ഒരു സ്മെല്ലുണ്ടാവില്ലേ. അപ്പോൾ അത് പോകാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ പാത്രങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. കിടന്ന് ഉറങ്ങി എനിക്കാനുള്ള ടൈമില്ല. കാരണം കുഞ്ഞനാണെങ്കിൽ 3:30 ആകുമ്പോഴേക്കും 3:35 ആകുമ്പോഴേക്കും വരും. അപ്പോൾ അവനെ ബസ് സ്റ്റോപ്പിൽ പോയി എടുക്കണം. അങ്ങനെ കുഞ്ഞനെത്തി അവനെ മേല് കഴിച്ച് അവന് മെസ്സി തോറ്റാലും മെസ്സിയുടെ ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സിയുടെ ഡ്രസ്സ് നല്ലൊരു ഡ്രസ്സൊക്കെയാണ് മൂപ്പര് ഇടണം കേട്ടോ. അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവന് ക്രീം ബണ്ണിനോട് ഇപ്പോൾ വളരെ ഇഷ്ടമായിരിക്കുകയാണ്. കടയിൽ ഇപ്പോൾ ക്രീം ബണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രീം ബണ്ണ് മേടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഞാനും കുഞ്ഞനപ്പോൾ ക്രീം ബണ്ണ് വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ വേറെ പിള്ളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവന്മാർ ലേസും സാധനങ്ങളൊക്കെയാണ് വാങ്ങി പോണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇയാൾക്കൊരു ചാഞ്ചാട്ടം. ലേസ് വേണം. ലേസ് ഒക്കെ നിർത്തിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ ബിസ്ക്കറ്റ് ആയാലും കഴിക്കാറില്ല. ഡോക്ടർ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കഴിക്കരുത്, ചോക്ലേറ്റ് ഒന്നും കഴിക്കരുത്, ബിസ്ക്കറ്റ്. അപ്പോൾ അതേപോലെ തന്നെ മൂപ്പര് അതൊക്കെ ഫോളോ അപ്പ് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ബണ്ണ് വലിയ ഇതൊന്നും ഇല്ല, എന്നാലും അതിനുള്ളിൽ ക്രീമാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. ഡോക്ടേഴ്സ് ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് എന്തെങ്കിലും വിശപ്പ് മാറാനായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഇടയ്ക്കെങ്കിലും കഴിക്കണ്ടേന്ന് ഞങ്ങൾ വിചാരിക്കും. പോലെ എന്ന് വരാ നീ പോടെ എന്ന് വരാ ഓക്കെ. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ പോകല കേട്ടോ. അവനെ യാത്രയാക്കിയിട്ട് ഞങ്ങളാണ് പോകുന്നത്. ഞങ്ങൾ തൃപ്പയാറൊക്കെ പോവാണ്. പെട്ടെന്നുണ്ടായതാണ് തൃപ്പയാറ് പോകല് എന്നുള്ളത്.
അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ട്, അമ്മ രാമായണം വായിക്കാൻ പോണില്ലേ, അപ്പോൾ അവിടെ നിന്ന് സെറ്റ് മുണ്ടൊക്കെ ഇവർക്ക് എടുത്തു കൊടുക്കാം. ദക്ഷിണയായിട്ട് സെറ്റ് മുണ്ടും പിന്നെ എന്താ പൈസ 101 രൂപയും പിന്നെ അധ്യാത്മരാമായണമാണ് ദക്ഷിണ കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടുത്തെ ആൻറ്റിയുടെ അവിടുത്തെ ആൻറ്റിയുടെ വീട്ടിലത്തെ ചെമ്പകമാണിത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ മഞ്ഞ ചെമ്പകം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ കുറേ നാളായിട്ടുണ്ട് ലൈൻ ബസ്സിൽ പോയിട്ടിട്ടാ. അപ്പോൾ കുഞ്ഞനെ ഇടയ്ക്ക് ഞാൻ അമ്മയൊക്കെ തൃപ്പയാറുമ്പോൾ കൊണ്ടുപോകാറുണ്ട്, പിന്നെ ആളെ കൊണ്ടുപോകാറില്ല. അപ്പോൾ മുമ്പ് ഉറക്കം വരുന്നുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് വന്നിട്ട് പോണതല്ലേ, പിന്നെ നാളെ ക്ലാസ് ഇല്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് പോകാനായിട്ട് തീരുമാനം. ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൂജ സ്റ്റോഴ്സിൽ നിന്നാണ് സെറ്റ് മുണ്ടൊക്കെ വാങ്ങിയത്. പിന്നെ നമ്മൾ കുഞ്ഞൻ അവിടെ നിന്നൊരു ബൈക്ക് കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലുള്ള കടയാണ് കേട്ടോ. നമ്മുടെ ഗുരുപ്രിയയിൽ കിട്ടാത്ത സാധനങ്ങളില്ല, അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞാനും കുഞ്ഞനും അമ്മയും കൂടിയിട്ട് വൈമാളിലേക്ക് പോയിട്ട്, കുഞ്ഞനാണെങ്കിൽ കുറേ നാളായിട്ടുണ്ട് വൈമാളിൽ പോയിട്ട്, എന്നിട്ട് ആടെ വന്നപ്പോൾ പോയതാണ്, പിന്നെ ആൾ പോയിട്ടില്ല. അപ്പം എന്നോട് എപ്പോഴും പറയും എന്നെ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും പോയതല്ലേ, അങ്ങനെ അവിടെ പോയി. ഇപ്പം തിരിച്ച് ഞങ്ങൾ രാത്രി 8 മണിക്കാണ് വീട്ടിലെത്തിയിട്ടാ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അത്രയും സമയം അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി നമ്മൾ വൈമാളി പോകുമ്പോൾ നമുക്ക് അവിടെ നോക്കി നടക്കുമ്പോൾ തന്നെ സമയം പോവും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞനെ ട്രോളിയിലെടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞില്ലേ 8 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ പാത്രം പോലെ വെള്ളം വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞൻ്റെ പാത്രമാണെങ്കിലും വെള്ളം ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാറ്. അമ്മയാണെങ്കിൽ മീൻ നന്നാക്കാണ്. അമ്മ കഴിക്കില്ല, പക്ഷെ ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അമ്മ ഞങ്ങൾക്കുള്ള മീനൊക്കെ കറി വെച്ച് തരും, അതേപോലെ വറുക്കും, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പം മീൻ വറുക്കൽ കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും ഉണ്ണിയും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പിന്നെ ഇരിക്കുള്ളൂ, മീൻ ഇതൊക്കെ ഉള്ള കാരണം അമ്മ കഴിക്കില്ല. പിന്നെ ഞങ്ങൾ ചീത്ത പറയും, ഞങ്ങളുടെ കൂടെ കഴിച്ചുകൂടെ, മീൻ കഴിക്കാണ്ടിരുന്നാൽ പോരെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയും കേട്ടോ. അങ്ങനെ അമ്മ ഫോണിൽ എന്തോ നോക്കാൻ കൊണ്ടു തന്നു. അങ്ങനെ അമ്മ അങ്ങോട്ട് പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത്, അപ്പോഴേക്കും അമ്മ ഇവിടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഗ്യാസ് സിലിണ്ടറൊക്കെ ഓഫ് ചെയ്ത്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമായി. കുഞ്ഞനാണെങ്കിൽ എല്ലാ ദിവസവും സ്റ്റോറി കേട്ടിട്ട് ഉറങ്ങുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബുക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ചേച്ചിമാർ വേറെ നിന്ന് അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, സ്റ്റോറി ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് ഇപ്പോഴത്തെ വായന. അത് വായിച്ച് കുറേ നേരം കിടന്ന് എല്ലാ ബുക്കും എടുത്ത് വെച്ചിട്ട് പിന്നെ വായിച്ച് കഥ കേട്ടിട്ടാണ് പിന്നെ ആൾ ഉറങ്ങുള്ളൂ. അതിൻ്റെ സൈഡിൽ കുറേ വണ്ടികളുണ്ടാവും, എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് കിടക്കുള്ളൂ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് പിന്നെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ കുഞ്ഞിനിപ്പോൾ ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.